ഹലോ എവ്രിവൺ. ഹലോ. അയ്യോ നിങ്ങളില്ല, നിങ്ങളുണ്ട് കാണുന്നുണ്ടോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അയ്യോ മൈക്ക് എടുത്തില്ലടാ. ഹലോ എവ്രിവൺ. പഠിച്ച ഹലോ എവ്രിവൺ. അല്ലിക്കുട്ടൻ ഹായ് പറഞ്ഞു. നമ്മൾ ഇന്ന് എവിടേക്കാ പോവാൻ പോകുന്നത്? നീയെ പിടിക്കാൻ പോന്നത്? അയ്യോ 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 അയ്യോ. അമ്മ തരാട്ടോ. അമ്മ ഒരു ഇൻട്രോ പറയട്ടോ, എന്നിട്ട് അമ്മ തരാട്ടോ. സച്ചിനെ നമുക്ക് വാങ്ങല്ലേ ഇൻസ്റ്റാ 360. നമ്മുടെ കുഞ്ഞിന്റെ ചെരുപ്പ് ഓക്കെ. നമ്മള് ഒരേപോലത്തെ അപ്പൊ നമ്മൾ ഇന്ന് അവിടേക്ക് പോവാൻ പോകുന്നത് അല്ല. ഞാൻ കൊറേ നേരം രാവിലെ അലക്സാണ്ടർ ഞാൻ രാവിലെ മുതലേ അലക്സിന്റെ അടുത്ത് അലക്സ വാട്ട് ഇസ് ദ വെദർ ഇൻ കോസ്വോൾഡ് എന്ന് വെച്ചപ്പോൾ സോറി എന്താണ് ഐ ഡോണ്ട് നോ ദാറ്റ് ലൊക്കേഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അന്ന് അവിടെയാണ് നമ്മൾ പോവാൻ പോകുന്നത്. നീ പറഞ്ഞല്ലോ എന്റെ പൊന്നാ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ് അല്ലേ? അല്ല എന്റെ വായങ്ങനെ പൊളിച്ചു നോക്കുന്നു. ഈ അമ്മയ്ക്ക് നമ്മള് ഇന്ന് പോകാൻ പോകുന്നത് കോസ്വോൾഡിക്കാണ്. കോസ്വോൾഡ് അല്ലേ? അങ്ങനെ. പക്ഷെ അവിടെയും ലാവൻഡർ ഫീൽഡ് ഉണ്ടെന്നാണ് നിഞ്ച പറഞ്ഞത്. ഞാനല്ല രാഹുൽ ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട്. രാഹുൽ ചേട്ടൻ വണ്ടിയിലില്ലല്ലോ, നമുക്ക് എന്തും പറയാം. സച്ചിൻ കൊണ്ടുപോയിണ്ടാവും. പോണ വഴിക്ക് സമയം 1:30. എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ? എന്നാ പിന്നെ നമുക്ക് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് നിയർ ബൈ. Please search Alexa. Here comes Jinsi Chechi, our own Jinsi Chechi. ഞങ്ങളുടെ ജിൻസി ചേച്ചി. ഹലോ, ഞങ്ങളുടെ സ്വന്തം ജിൻസി ചേച്ചി. നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവല്ലേ. അവിടെ നമ്മൾ ആദ്യമായിട്ട് പോണോണ്ട് തന്നെ അവിടെ അടുത്ത് വല്ല കടകളുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ സമയം ഏതാണ്ട് ഒരു ഉച്ചമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറിയിട്ട് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സർവീസിൽ കയറിയിട്ട് അവിടെ നിന്ന് ഗ്രെക്സിൽ നിന്ന് ഒരു പിസ്സ അതേപോലെ തന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പയ്യെ അതൊക്കെ ഇരുന്ന് അവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ. കാരണം ഫുഡ് അത് മുഖ്യമാണല്ലോ. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കോണ്ടൻ്റൊന്നും ഇതിലില്ല. പക്ഷേ എന്നിരുന്നാലും അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനും എനിക്കിങ്ങോട്ട് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ പോയത് കുറച്ച് മുന്നാണ് കേട്ടോ, കുറച്ചധികം മുന്നാണ്. നമ്മളെങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം വയറൊക്കെ നിറച്ച് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല നമ്മൾ എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കുറേ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. കോസ്വോൾഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് കാസിൽ കോംബ് വില്ലേജ്, മറ്റൊന്ന് ദ മോഡൽ വില്ലേജ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള
സംഭവങ്ങൾ ഭയങ്കര മിനിയേച്ചറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു റെഫറൻസ്, ഒരു പിക്ചർ ഞാനിവിടെ കൊടുക്കാം. നമ്മൾ പിന്നെ പയ്യെ വീണ്ടും ഡ്രൈവ് ചെയ്തിട്ട് നമ്മുടെ കോസ്വോൾഡ് സ്ഥലത്തെത്തി. ഇതിൽ എന്താ ഒരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള എന്താ പറയുക, നല്ല ആർക്കിടെക്ചറായിട്ടുള്ള നല്ല നല്ല ബിൽഡിങ്സാണ് അവിടെ ഉള്ളത്. കണ്ടിരിക്കാൻ തോന്നും. ഒരു പ്രത്യേകതരം കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പോണതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായെന്ന് പറയുന്നത് ഈ ബിബറി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത്, ഞാനൊന്ന് നോക്കാം. ഈ സ്ഥലം എന്ന് പറയുന്നത് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ പാർക്കിങ്ങൊക്കെ അന്വേഷിച്ച് കുറച്ചധികം നേരം മുന്നോട്ട് പോയെങ്കിലും നമ്മൾക്ക് കിട്ടിയില്ല. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ വന്ന വഴി തിരിച്ചിങ്ങോട്ടേക്ക് റൗണ്ട് അടിച്ച് വന്നിട്ടാണ് നമുക്ക് സ്ഥലമൊക്കെ കിട്ടിയത് കേട്ടോ പാർക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് അവിടെ, പല പല രാജ്യത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും അവരെ കൂട്ടത്തിൽ ഇങ്ങനെ പോയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളങ്ങനെ അവിടെ അടുത്ത് തന്നെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അല്ലുകുട്ടനും ഒരു കോട്ട് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ നടന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ പിന്നെ ബാക്ക് ടു നോർമൽ ഒരു എന്താ പറയുക ഒരു വെതറായി. പിന്നെ ഈ നടന്നു പോകുമ്പോൾക്ക് സൈഡിൽ നിന്ന് ഭയങ്കര ഒരു സ്മെല്ലുണ്ടായിരുന്നു. നമ്മൾ ഈ ഉണക്കമീനൊക്കെ അതിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടായിരുന്നു. സംഭവം അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ അവിടെ മീനിൻ്റെ ഒരു ഫാമുണ്ട്. അതിനൊരു പ്രത്യേകതരം മീനിൻ്റെ ഒരു പേര് പറയും, ഇത് ട്രൗട്ടെന്നോ അങ്ങനെ എന്തോ ആണ് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഫാമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മീൻ പിടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഗ്രില്ലൊക്കെ ചെയ്ത് കഴിക്കാനൊക്കെ പറ്റുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഈ ഒരു അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടു. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. അത് ആ കാണുന്ന സൈഡിൽ കാണുന്ന ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. അത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ നമുക്കതിനെ കണ്ടിരുന്ന് പോകും. നല്ല രസത്തിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എവിടെ ലല്ലു? എന്തത് ലല്ലു? എന്തത് എവിടെ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞ 2 സ്ഥലത്തിൽ ഒരു സ്ഥലം മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് കാസിൽ കോംബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞ മോഡൽ വില്ലേജ് ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ സമയമായപ്പോഴത്തേക്കും ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറ്റേ കാസിൽ കോംബ് സ്ഥലത്തിപ്പോൾ എൻ്റെ മാറിയിട്ടോ. ഞാൻ വിചാരിച്ച പോലത്തെ എനിക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഈ ഒരു സ്ഥലത്തെ മെയിൻ ഒരു ഫോട്ടോ സ്പോട്ടാണ് ഈ കാണുന്ന എന്താ പറയുക ഈ വീടുകൾ. ശരിക്കും ഇത് Airbnb ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമ്മളെല്ലാവരും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ വേറെ ഒരു പ്രായമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, ബ്രസീലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നവരാണ്. അപ്പോൾ അവർ നമുക്ക് ഫോട്ടോസ് എടുത്ത് തന്നിട്ട് നമ്മളുടെ അടുത്തും ഫോട്ടോസ് എടുത്ത് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ഫോട്ടോസ് നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഈ ഒരു സ്പോട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഈ കാസിൽ കോംബ് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. വരുമ്പോൾ തന്നെ നമുക്ക് അത്രയ്ക്കും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിലും ഈ കാറ് പോയ വഴി അങ്ങോട്ട് നേരെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്തെന്നില്ലാത്തൊരു ഭംഗിയാണ്. ഞാൻ പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞ സ്പോട്ടും കുറേ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടേക്കും നമ്മൾ പോയി. നേരത്തെ പറഞ്ഞില്ലേ, എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വീഡിയോസിൽ അധികം ഒരു കോണ്ടൻറ്റ് ഒന്നുമില്ല, സ്ഥലങ്ങളും ഞാൻ അധികം കാണിച്ചിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയോണ്ട് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഫോട്ടോസും വീഡിയോസും എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു പോകാറായി. സമയം ഇപ്പോൾ 8:15 നമ്മളിപ്പോൾ ഉള്ളത് കാസിൽ കോംബ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു ഒരു വില്ലേജ്. അവിടെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. ഇനി നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ അവർ കുറച്ചും കൂടി നടന്നിട്ട് വരാമെന്നും പറഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കുന്നുണ്ട് ഫ്രണ്ടിലോട്ട്. നമ്മളിവിടെ കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ.